What's up guys, I am Shameem. Welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടൊക്കെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ പെയിന്റ് അടിക്കണം, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഫുള്ള് പെയിന്റ് അടിച്ച് എങ്ങനെ എടുക്കാനാണ് നോക്കാൻ പോണത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും വീട് പെയിന്റ് അടിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ആലോചിക്കണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ വീടൊക്കെ സാധാരണ എല്ലാവരും പെയിന്റ് അടിക്കാൻ പോകുമ്പോൾ പെയിന്റ് അടിക്കാൻ വിചാരിച്ചിരിക്കുന്നവരും ആദ്യം വിചാരിക്കണം നമുക്ക് ഏത് പെയിന്റ് അടിച്ചാൽ കൊള്ളാം, ഏത് പെയിന്റ് ആയിരിക്കും നമ്മളെ വീടിനെ കറക്റ്റ് ആവണത്. ഇതൊക്കെ ആയിരിക്കും ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത്. ഇനി ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ വീടെല്ലാം പെയിന്റ് അടിക്കാൻ പോകണം. എനിവേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വീട് പെയിന്റ് അടിക്കാൻ പോകുന്നത് സാധാരണ എല്ലാവരും കൺഫ്യൂഷൻ ആണ് ഏത് പെയിന്റ് ആയിരിക്കും അടിക്കുന്നത്. അപ്പൊ നമുക്കൊരു വീടിന്റെ ഇപ്പൊ റൂമാണ് നമുക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ നമുക്ക് ആ റൂമിന്റെ ഫോട്ടോ ജസ്റ്റ് ആ ഒരു ആപ്പ് വഴി തന്നെ എടുക്കുന്നതിന് ശേഷം നമുക്ക് ആ ഒരു റൂമിൽ നമുക്ക് തന്നെ ഈ ഒരു ആപ്പ് വഴി പെയിന്റ് അടിച്ച് തരും. ഓക്കെ, പെയിന്റ് കറക്റ്റ് ആയിട്ട് അടിച്ച് നമുക്ക് ഏത് കളർ പെയിന്റ് ആണ് ആവശ്യം, കുറെ കളേഴ്സ് ഉണ്ട്, നമുക്ക് ഏത് കളർ പെയിന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് ആ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്ത് അടിച്ച് നോക്കി ആ ഒരു പെയിന്റ് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കറക്റ്റ് യഥാർത്ഥത്തിൽ നമുക്ക് ആ പെയിന്റ് അടിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ വീടൊക്കെ പെയിന്റ് അടിക്കുന്ന രീതി. ഓക്കെ, അപ്പൊ ഇത് ആപ്ലിക്കേഷന്റെ ഉപയോഗത്താണ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും ഷെയർ ചെയ്തെടുക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണെല്ലാം അമർത്തി വയ്ക്കുക. വീഡിയോ ആയിട്ട് പോകാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പെയിന്റ് ഒക്കെ അടിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ തന്നെ കാണിച്ചു തരുന്നതാണ്. നമുക്ക് വീഡിയോ ആയിട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മളെ പ്ലേ സ്റ്റോർ തന്നെ ഓൺ ആക്കണം. പ്ലേ സ്റ്റോർ ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് പോയതിനു ശേഷം ഏഷ്യൻ പെയിന്റ് ആപ്സ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ആപ്സാണ് കളർ വിത്ത് ഏഷ്യൻ പെയിന്റ് എന്നുള്ള ആപ്സ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ആപ്പ്. ഗൈസ്, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലായിട്ടാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് ഏഷ്യൻ പെയിന്റ്സ് എഴുതിയിട്ടുണ്ട്, ഇവിടെ താഴെ ഹിന്ദിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവനിപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലാണ് പറഞ്ഞത്. നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും, അതായത് ടെക്സ്റ്റേഴ്സ്, വാൾപേപ്പർ, കളറ്, സ്കെച്ച്, അതേപോലെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ താഴെ ഹോം, ഐഡിയാസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൽ അടിക്കാനുള്ള ഇതാണെങ്കിൽ ബാത്റൂമായിട്ടുള്ള നമുക്ക് കുറേ ഇമേജസ് കാണും. ബാത്റൂമിൽ അടിക്കാൻ പറ്റുന്ന അതേ പെയിൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ബാത്റൂമിനാണെങ്കിൽ ബാത്റൂമിലെ ഫോട്ടോസൊക്കെ നമുക്ക് ഇടുമ്പോഴത്തും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, കിഡ്സ് റൂം, ഇതേപോലെ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ കിച്ചൺ ആണെങ്കിൽ കിച്ചൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ കിച്ചണിൽ നമുക്ക് എങ്ങനെയാണ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കേണ്ടത്, അതേപോലെ കിച്ചണിൽ നമുക്ക് പെയിൻറ്റ് അടിക്കാവുന്നതാണ്. കുറേ കിച്ചണിൻ്റെ ഫോട്ടോസ് അതിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നീല പെയിൻറ്റ്, അതേപോലെ കുറേ മോഡൽസ് ഉണ്ട്. ഇനി അടുത്ത് നോക്കാൻ പോകണം, നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകണം. നമുക്ക് ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മൾ വീടിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. അതിന് താഴെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, നമുക്ക് ഒരു ക്യാമറ ഐക്കൺ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ക്യാമറ ഐക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഒരു ക്യാമറ വീഡിയോ ആയിരിക്കും കാണാൻ പറ്റുന്നത്. നമുക്ക് ബാക്ക് ക്യാമറ കാണാൻ പറ്റും. അതിലൂടെ നമുക്ക് ഏതെങ്കിലും റൂം ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഏതെങ്കിലും റൂമാണ് നമുക്ക് പെയിൻ്റ് അടിക്കുന്നത്, റൂം സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ റൂമാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ കുറേ പെയിൻറ്റ്സ് താഴെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ ടെക്സ്റ്റേഴ്സ്, അതേപോലെ വാൾപേപ്പർ, അതേപോലെ കളേഴ്സ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വാൾപേപ്പർ ആണെങ്കിൽ വാൾപേപ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സൈഡിൽ നമുക്ക് കുറച്ച് സൈഡിൽ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് 3 സൈഡും അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കളേഴ്സ് വേണമെങ്കിൽ താഴെ കളർ കൊടുക്കാൻ പറ്റും. ഈ കളർ നമുക്ക് ഇതേപോലെ കുറേ കളേഴ്സ് കാണാൻ പറ്റും. മഞ്ഞ ആണെങ്കിൽ മഞ്ഞ, നമുക്കൊരു മഞ്ഞ സെലക്ട് ചെയ്തൊരു കളർ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. അപ്പം മഞ്ഞ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് അത് പ്രസ് ചെയ്താൽ മാത്രം മതി. മഞ്ഞ അടിച്ച് ഇവിടെ മൊത്തം മഞ്ഞ ആയി കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ ക്യാൻവാസ് എടുത്ത് തന്നെ വേറെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉള്ള കളർ കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഏത് വീട് പെയിൻ്റ് അടിക്കാൻ പോകണമെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് അടിച്ച് നീലയാണെങ്കിൽ നീല അടിച്ചു കൊടുക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നീല നമുക്ക് ഒരു റൂമിൽ നമുക്ക് ഏത് കളറാണ് നമുക്ക് ചേരണം അതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതേപോലെ കുറേ ഓപ്ഷൻസ് താഴെ കാണാൻ പറ്റും. റോയൽ, പെർഫെക്റ്റ്, അതേപോലെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതേപോലെ കാൽക്കുലേറ്റർ, ചാറ്റ് സർഫീസ്, ഇതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏഷ്യൻ പെയിൻറ്റ് കമ്പനിയുടെ തന്നെ ഒരു ആപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ കുറേ പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കളറുകളുണ്ട്. ഡിസൈന് നോക്കി കഴിഞ്ഞാൽ കുറേ മോഡൽസ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് ഈ ഒരു സ്ഥലം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ എടുത്ത് നമുക്ക് വാൾപേപ്പർ ആഡ് ചെയ്യണമെങ്കിൽ ട്രൈ ടു യുവർ വാളെന്ന് ഉള്ള ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് സെലക്ട് ചെയ്യേണ്ട ആ ഒരു റൂം നമുക്ക് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു കളർ അവിടെ കാണാൻ പറ്റും. നല്ല കളർ തന്നെയാണ്. ഇതേപോലെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് റൂമിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ റൂമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ഫുൾ റിവ്യൂകൾ മൊത്തത്തിൽ കണ്ടാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് റൂം ആണെങ്കിൽ ഏത് വീടാണെങ്കിൽ എല്ലാ വീടും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ
നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ വീഡിയോസ് ഫുള്ള് കാണിച്ചെന്ന പോലെ തന്നെ നമുക്ക് ഏത് റൂം വേണോ അടുക്കള വേണോ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ അടുക്കളയിൽ ഏത് പെയിന്റ് അടിച്ചാൽ കൊള്ളായിരിക്കും, അതേ റൂമിൽ ഏത് പെയിന്റ്, വീട്ടിന് ഏത് പെയിന്റാണ് ചേർന്നത്. ഇത് ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, പിങ്ക് ആണെങ്കിൽ പിങ്ക്, ചുവപ്പ് ആണെങ്കിൽ ചുവപ്പ്, അതേപോലെ വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. ഓക്കെ, എല്ലാ കളറും നമുക്ക് ഇതിൽ പലതരം കളറുണ്ട്. എല്ലാ ഡാർക്ക് അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ട് കളർ, എല്ലാ കളറും നമുക്ക് കറക്റ്റ് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസൈൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിവിടെ എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്യാം. വീട് പെയിന്റ് അടിക്കാം, വീട് പെയിന്റ് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം, കാരണം യൂസ്ഫുൾ ആവും. പിന്നെ നമുക്ക് വീടിന് ചേർന്നൊക്കെ നോക്കി അടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇനി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പൊ ലൈക്ക് ചെയ്തിട്ട് പോവുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. തൊട്ടായിട്ട് ബെൽ ബട്ടൺ ഓൺ ശ്രദ്ധിക്കുക. അപ്ലോഡ് പുതിയ പുതിയ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഫോണിൽ കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ നീങ്ങാതിരിക്കും.